സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. റെഡ് അലർട്ട് ഇപ്പോൾ ഉള്ള കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സിജു കണ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സിജു. ഗുഡ് മോർണിംഗ്. നല്ല മഴയാണല്ലേ? റെഡ് അലേർട്ടാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലും ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നത്. മഴ ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോളേജുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമില്ലെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. റെഡ് അലേർട്ട് നിലനിൽക്കുന്നതിനാൽ ജില്ലയുടെ എല്ലാ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലുമെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം കലക്ടർ നൽകിയിരിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഉയർന്ന തിരമാലകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മലയോര മേഖലയിലെ യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ വർദ്ധിക്കുന്ന മേഖലകളിൽ റവന്യൂ, താലൂക്ക്, ജില്ലാ കേന്ദ്രങ്ങളിൽ പോലീസ്, KSEB, ഫിഷറീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 24 മണിക്കൂറാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ പ്രത്യേകിച്ച് കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. മലയോര മേഖല, റാണിപുരം, കോട്ടഞ്ചേരി ഉൾപ്പെടെയുള്ള ഹിൽ ടൂറിസം കേന്ദ്രങ്ങളിൽ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ ഉള്ള മേഖലകളിൽ ആളുകൾ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പള്ളിക്കര, ബേക്കൽ, ചെമ്പരിക്ക, ഹോസ്ദുർഗ്, കൈറ്റ് ബീച്ച് ഉൾപ്പെടെ എല്ലാ ബീച്ചുകളും ജൂലൈ 15, 16 തീയതികളിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ഈ മേഖലകളിൽ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ വലിയ ജാഗ്രത പുലർത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ദേശീയപാത, സംസ്ഥാനപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിലുള്ള കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി അത്തരം പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നിർമ്മാണ കരാർ കമ്പനികളുടെ പ്രതിനിധികൾക്ക് കലക്ടർ ഈ യോഗത്തിന് ശേഷം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടുള്ള മേഖലകളാണെങ്കിൽ അപകട സാധ്യതാ ബോർഡുകൾ പ്രത്യേകം സ്ഥാപിക്കണം. ചെർക്കല മുതൽ ചട്ടഞ്ചാൽ വരെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയ്ക്ക് ഈ മേഖലകളിൽ ബേവിഞ്ച പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇത്തരം പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടാകുന്നതിനാൽ നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെ നടത്തി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം കാസർഗോഡ് ജില്ലയുടെ എല്ലാ മേഖലകളിലും വലിയ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, തീരദേശത്ത് താമസിക്കുന്നവർ, അതോടൊപ്പം തന്നെ പുഴയിൽ വെള്ളക്കെട്ട് ഉയരുന്നതിനാൽ, പുഴയിലും തോടുകളിലും ജലനിരപ്പ് ഉയരുന്നതിനാൽ ഇത്തരം മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസങ്ങളിൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി സിജു കണ്ണൻ, റെഡ് അലർട്ട് നിലനിൽക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളാണ് സിജു നൽകിയത്.